ഇത് പാലക്കാട് ഡിവിഷന് ദയാവധം അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള നടപടികളുടെ തുടക്കമാണെന്ന് വ്യക്തമാക്കാൻ അവർ തയ്യാറാവണം. ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്ന് ഇവിടുത്തെ എം പിമാരെല്ലാവരും നേരത്തെ റെയിൽവേ മന്ത്രാലയവുമായി മന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പ് ലഭിച്ചിരുന്നതാണ്. ഇത്തവണത്തെ ജനറൽ ബോഡി മീറ്റിംഗ് ഇത്തവണത്തെ നമ്മുടെ സദേൺ റെയിൽവേയുടെ ഇവിടുത്തെ മീറ്റിംഗ് പാലക്കാട് വെച്ചിട്ടാണ് അന്ന് നടന്നത്. അന്ന് കൂടുതൽ സൗകര്യങ്ങൾ പാലക്കാട് ഉറപ്പുവരുത്തേണ്ട നടപടികൾ ഉണ്ടാവുമെന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിരുന്നത്. പക്ഷെ അതിന് വിപരീതമായിട്ടും വിരുദ്ധമായിട്ടുമാണ് ഇങ്ങനൊരു തീരുമാനം വന്നിട്ടുള്ളത്. ആ തീരുമാനം ഒക്ടോബർ മുതൽ നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. അത്തരമൊരു തീരുമാനം നടപ്പിലാക്കാൻ റെയിൽവേ തുനിയരുത്. ആ തീരുമാനത്തിൽ നിന്ന് റെയിൽവേ പുറകോട്ട് പോകണം. ഇത് വരുമാന ശോഷണത്തിൻ്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് ഭാവിയിൽ നമുക്ക് അനുവദിക്കേണ്ട ട്രെയിനുകളുടെ അനുവദിക്കേണ്ട വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം കടക്കൽ കത്തിവെക്കാനുള്ള തീരുമാനമാണ്. പലതരത്തിലുള്ള ക്രൈറ്റീരിയൻ ഉണ്ടാക്കുകയാണ്. കാലിനനുസരിച്ച് ചെരുപ്പിടാനല്ല നോക്കുന്നത്, ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ വരുമാനം കുറയണമെന്ന് തീരുമാനിക്കുക. ഇവിടെ കിട്ടുന്ന ഇൻകം കുറഞ്ഞാൽ ഒരു വർഷം കിട്ടുന്ന ഇൻകം 10-50 കോടി രൂപ കുറയാൻ ഇത് തന്നെ കാരണമാകുമ്പോൾ ആ പേര് പറഞ്ഞ് ഫർദർ ഫണ്ടുകൾ നമുക്ക് അനുവദിക്കുന്ന കാര്യത്തിലും കൂടെ വീഴ്ച വരുത്തിയാൽ അത് നമ്മളോടുള്ള വലിയ കടുത്ത അവഗണനയ്ക്ക് വഴിവെക്കും. അതുകൊണ്ട് ഇത്തരമൊരു തീരുമാനം ഒരിക്കലും ഉണ്ടാവരുത്. ഇനി ഇതിന് ഭരണപരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിൻ്റെ കൺവീനിയൻസ് പറയുന്നുണ്ട്. ആ കൺവീനിയൻസാണ് പ്രശ്നമെങ്കിൽ ഇപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾക്ക് പാലക്കാട് വന്നിട്ട് കാര്യങ്ങൾക്ക് വരുന്നതാണ് തടസ്സമെങ്കിൽ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സോണിൻ്റെ കാര്യം എന്താ? ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ചെന്നൈയിൽ പോകേണ്ടി വരുന്നില്ല. നമ്മുടെ റെയിൽവേ സോൺ ഏതാ? ഇപ്പം കർണാടകത്തിനിപ്പം എനിക്ക് തോന്നുന്നു സൗത്ത് വെസ്റ്റേൺ എന്നുള്ള പേരിൽ ഒരു റെയിൽവേ സോൺ അനുവദിച്ചിട്ടുണ്ട്. ഇനി അഡ്മിനിസ്ട്രേഷൻ കൺവീനിയൻസ് ആണെങ്കിൽ റെയിൽവേ ഇത്തരമൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ ആദ്യം കേരളത്തിന് സ്വന്തമായിട്ട് ഒരു റെയിൽവേ സോൺ അനുവദിക്കാൻ തയ്യാറാവണം. ഇതൊരു വരുമാനമില്ലാത്ത പ്രദേശമല്ല, ഇത് ആളുകൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന പ്രദേശമാണ്. നല്ല ഇൻകം റെയിൽവേക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അതിനെ ദുർബലപ്പെടുത്താനല്ല റെയിൽവേ നിൽക്കേണ്ടത്. ശാക്തീകരിക്കാൻ നിൽക്കുന്നതിന് പകരം കൂടുതൽ പ്രൊജക്റ്റുകൾ അനുവദിക്കുന്നതിന് പകരം കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്നതിന് പകരം കൂടുതൽ പ്രയാസങ്ങളിലേക്ക് നമ്മുടെ റെയിൽ യാത്രക്കാരെ തള്ളിവിടുന്ന തീരുമാനമാണ് ഈ BJP ഗവൺമെൻറ്റിൽ നിന്നുണ്ടായത്. ഇത് കർണാടകത്തിലെ BJPയുടെ ചില പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം എടുത്ത തീരുമാനമാണ്. പറയുന്ന ലോജിക്ക് ഡിവിഷൻ്റെ കാര്യത്തിൽ അപ്ലിക്കബിൾ ആണെങ്കിൽ അത് സോണിൻ്റെ കാര്യത്തിലും അപ്ലിക്കബിൾ ആക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മംഗലാപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് വരൽ വലിയ പ്രയാസമായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നതെങ്കിൽ സോണൽ കാര്യങ്ങൾക്ക് വേണ്ടി സോണൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ ജനറൽ മാനേജറുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യത്തിന് ഒരു MP വിസിറ്റ് ചെയ്യാനെങ്കിലും കാണണമെങ്കിൽ പോലും ചെന്നൈ പോകണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സോൺ റെയിൽവേ സ്വന്തമായി കേരളത്തിന് ഒരു സോൺ അനുവദിക്കണം. ഈ അഡ്മിനിസ്ട്രേഷൻ ബുദ്ധിമുട്ടപ്പോൾ അതിന് ബാധകമല്ലേ എന്നുള്ളത് ഈ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കണം. ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകണം. ഒരു സോണ് എത്രയും പെട്ടെന്ന് കേരളത്തിന് അനുവദിച്ച് കേരളത്തിന് അർഹമായ വികസന പ്രവർത്തനങ്ങൾ, അവകാശപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കേണ്ടത്. മുൻപ് കോയമ്പത്തൂർ ഇതേപോലെ വെട്ടിമുറിച്ച് മാറ്റി സേലം ഡിവിഷൻ ഉണ്ടാക്കി. അപ്പോൾ പാലക്കാടിനെ പതിയെ ഈ ഡിവിഷൻ തന്നെ ഇല്ലാതാക്കാനുള്ള ഒരു BJP ഞാനതാ പറഞ്ഞു, അതിൻ്റെ ദയാവധം വിധിക്കുന്നതിന് മുമ്പുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും. ഇതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് തീരുമാനമാണ്, ഒരു രാഷ്ട്രീയ തീരുമാനമാണ്, ഭരണപരമായ തീരുമാനവും മന്ത്രാലയത്തിൻ്റെ വേറൊരു തീരുമാനമല്ല. ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. മാത്രമല്ല പാലക്കാടുള്ള ഒരുപാട് ട്രെയിനുകളെ ഇല്ലാതാക്കുന്നു, പാലക്കാട് നിന്ന് ഏതും ആരംഭിക്കുന്നു. അല്ല, ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഒന്നും വേണ്ട. ഒരു എക്സാമ്പിൾ പറയാം. ഗോവ വന്ദേ ഭാരത് കോഴിക്കോട് വരെ നീട്ടുമെന്നുള്ള ഉറപ്പ് എല്ലാ തവണയും നടക്കുന്ന മീറ്റിങ്ങിലും മന്ത്രിയെ കാണുമ്പോഴൊക്കെ തരുന്നതാണ്. പക്ഷെ അവിടെയുള്ള 1-2 BJP ലീഡേഴ്സ് തടസ്സം നിൽക്കുമ്പോഴത്തേക്കും എന്നിട്ട് അതിപ്പം പ്രോഫിറ്റബിൾ അല്ല, വയബിൾ അല്ല എന്ന് പറഞ്ഞു പോലും അവിടെ നിൽക്കുക. ഇവിടുന്ന് ഇപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇപ്പോൾ കോഴിക്കോട് നിന്നോ കൊച്ചിയിൽ നിന്നോ ഗോവയിലേക്കില്ല. എൻ്റെ എക്സാമ്പിൾ പറയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്ന ഒരു ട്രെയിൻ, റെയിൽവേക്ക് തന്നെ ഏറ്റവും ലാഭം കിട്ടുമായിരുന്ന ഒരു ട്രെയിൻ, അതിൻ്റെ എക്സ്റ്റൻഷൻ ഓർഡർ ആയത് പിൻവലിക്കുന്ന തരത്തിലേക്ക് പോയിട്ട് ഇപ്പോൾ അത് പ്രോഫിറ്റബിൾ അല്ല എന്ന് അവിടെ പറയുന്ന സാഹചര്യം പോലും ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് തരരുത് എന്നുള്ളൊരു പിടിവാശിയുള്ളത് പോലെ റെയിൽവേ മന്ത്രാലയം പെരുമാറാവോ? അപ്പോൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാചകം, ഇതിനൊരു ദയാവാദത്തിന് ഒരു വിധിക്കാൻ ഒരു നടപടികളിലേക്ക് അവർ കടക്കുകയാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. നേരത്തെ ജനപ്രതിനിധികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സമരം, ഇതിൻ്റെ പ്രതിഷേധം പാർലമെൻറ്റിനകത്തും പുറത്തും ഉണ്ടാവും. ഈ മേഖലയിൽ ഈ ഡിവിഷനുമായി ബന്ധപ്പെട്ടുണ്ടാവും. ഇതൊരു ഹിസ്റ്ററി ആങ്കർ ചെയ്തിട്ടുള്ള ഒരു ഡിവിഷനാണ് പാലക്കാട് ഒലവക്കോടുമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതെ, 7 പതിറ്റാണ്ടിൻ്റെ ഹിസ്റ്ററി ഉള്ള എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടി 10 വർഷമാകുമ്പോഴത്തേക്കും രൂപം കൊടുത്തൊരു ഡിവിഷനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാനല്ല ഗവൺമെന്റ് ശ്രമിക്കേണ്ടത്, അതിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. CPM പരസ്യ പ്രതിഷേധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഇതിൽ അനിവാര്യമാണെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ MP മാർ
സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി എന്നെ നേരിട്ട് ഈ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞല്ലോ. സർക്കാരിന്റെ കാര്യത്തിൽ പിന്തുണ വേണമെന്ന് ഇപ്പോൾ CPM പറയേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾ ഉറപ്പും അകത്തും പുറത്തും ഡൽഹിയിലും അവിടെയും പ്രതിഷേധം ഉണ്ടാകും. ഇവിടെ ഞങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ കാര്യങ്ങൾ കൂടി ആലോചിച്ചിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇപ്പം മുഖ്യമന്ത്രിയും KPC പ്രസിഡന്റും ശ്രീ KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഞങ്ങളെ പ്രതിഷേധങ്ങൾ ഞങ്ങൾ അനൗൺസ് ചെയ്യും. എന്താണെങ്കിലും പ്രതിഷേധിക്കാനുള്ള തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ട്, ജനപ്രതിനിധികൾ എടുത്തിട്ടുണ്ട്. എല്ലാ ജനപ്രതിനിധികളെയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു വേറെ രാഷ്ട്രീയ വ്യത്യാസത്തിൽ നോക്കേണ്ട കാര്യമില്ല. സർക്കാർ തന്നെ അതിന് ഇനിഷ്യേറ്റ് ചെയ്യും. ഇത് ശരിക്കും ഒരു ഷോക്കർ ഓഫ് എ ഡിസിഷൻ എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് ഏതൊരു പൊളിറ്റിക്കൽ പ്രശ്നത്തിൻ്റെ പുറത്ത്. കാരണം ഞങ്ങളൊക്കെ പോകുമ്പോഴും പറയുമ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു നോക്കുക. കഴിഞ്ഞ ദിവസം റെയിൽവേ മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ട്രെയിനുകളും കൂടുതൽ സ്റ്റോപ്പുകളും അതുപോലെ തന്നെ ഇപ്പോൾ ഒന്നും വേണ്ട, മംഗലാപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് ഇവിടുന്ന് കോയമ്പത്തൂരിൽ നിന്ന് വരുന്നൊരു ഇൻ്റർസിറ്റി ഇപ്പോൾ രാവിലെ പോകുന്ന ഇൻ്റർസിറ്റി ഉണ്ട്. അതിന് വൈകുന്നേരം അതുപോലെ ആ സമയത്ത് ഒരു ട്രെയിൻ ഇല്ല. രാവിലെ ഇവിടെ ഒരു ആവശ്യത്തിന് വന്ന ആളുകൾക്ക് വൈകിട്ട് പോകാനൊരു ട്രെയിൻ ഇല്ല. അത് കൂടുതൽ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് അത് പരിഗണിക്കാമെന്ന് ഇവിടെ ജനറൽ ബോഡി മീറ്റിങ്ങിനകത്തൊക്കെ പറഞ്ഞത് നടപടിയായില്ല എന്ന് പറയാൻ പോയപ്പോൾ പോലും ഇതിനെ വീക്കൻ ചെയ്യുന്ന തരത്തിൽ അതിനകത്ത് ഒരു ഡിസ്കഷനോ ഒരു സൂചനയോ ഞങ്ങൾക്ക് ആർക്കും തരുന്നില്ല. അപ്പോൾ ഞങ്ങളിപ്പം ഫോണിലും അല്ലാതെയായിട്ടും ഈ മേഖലയിലുള്ള ജനപ്രതിനിധികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. ഞങ്ങളിവിടെ ഡിവിഷൻ്റെ അവിടെ സമരം ഉണ്ടാവും, കോഴിക്കോടും ഇതിൻ്റെ പ്രദേശങ്ങളിൽ കണ്ണൂരും ബാക്കി ജില്ലകളിൽ സമരം ഉണ്ടാവും, ഡൽഹിയിലും ഈ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യും. ഞാൻ പറയുന്നത് അവഗണന രാഷ്ട്രീയ തീരുമാനമാണ്. അതിനെ അഡ്മിനിസ്ട്രേറ്റീവ് ഒന്നും ലോജിക്കലൊന്നും വിളിക്കാൻ കഴിയില്ല. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് വിളിക്കുകയാണെങ്കിൽ അതേ കാര്യം സോണുമായി ബന്ധപ്പെട്ട കാര്യത്തിന് എന്തുകൊണ്ട് അപ്ലിക്കബിൾ ആക്കുന്നില്ല, അതിനെന്തുകൊണ്ട് ബാധകമാക്കുന്നില്ല, അതിന് മറുപടി പറയേണ്ടതുണ്ട്. ഓണത്തിന് മലയാളി കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയല്ല ഇതെന്നുള്ളത് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കണം. ഈ തീരുമാനം അത് ഇറ്റ് മസ്റ്റ് ബി കെപ്റ്റ് ഓൺ അവെയൻസ്. ആ തീരുമാനം അവർ റദ്ദ് ചെയ്യാൻ തയ്യാറാവണം, അത് ക്യാൻസൽ ചെയ്യണമെന്ന് തന്നെ പറയും.